അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവർ ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള 12ാമത്തെ അധ്യായമാണ്. അപ്പോൾ എന്താണ് പവർ? പവർ എന്നൊരു വ്യക്തിക്ക് മറ്റൊരാളെ എ എന്ന വ്യക്തിക്ക് ബി എന്ന വ്യക്തിയെ തൻ്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിപ്പിക്കാനുള്ള കഴിവിനെയാണ് പവർ എന്ന് പറയുന്നത്. പവർ മറ്റുള്ള പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന കഴിവ് എന്നുള്ളത്. അപ്പം പവർ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഉപയോഗിക്കണമെന്നില്ല. എനിക്കതിൽ വരാൻ പറ്റും. ഇനി പവർ ലീഡർഷിപ്പ് എന്നുള്ളതിൻ്റെ വ്യത്യാസങ്ങൾ പറയാൻ. പവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ആശ്രിതത്വം മാത്രം മതിയാകും. എല്ലാ ദിശകളിലേക്കും സ്വാധീനിച്ചെത്താൻ കഴിയും. ലീഡർഷിപ്പ് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കഴിവാണ്. നേതാവിൻ്റെ അനുയായികളുടെ ലക്ഷ്യം ഒരുപോലെ ആയിരിക്കണം. സാധാരണ നിലയിലേക്ക് നിന്ന് സഹായിക്കുള്ള സ്വാധീനം നൽകുകയാണ് ലീഡർഷിപ്പ് കിട്ടുക. ഇനി ബേസിക് ഫോർമൽ പവർ എന്ന് പറഞ്ഞാൽ കോറസീവ് പവർ. അപ്പം ഭയത്തിലൂടെ നിയന്ത്രിക്കും. ഒരാൾ പേടിപ്പിച്ച് ശമ്പളം കുറക്കും, അല്ലെങ്കിൽ സ്ഥലം മാറ്റും, സസ്പെൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു സാധനം. പിന്നെ റിവാർഡ്, നല്ല ബോണസ് കിട്ടും, പ്രൊമോഷൻ കിട്ടും, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു. പിന്നെ ലെഗിറ്റിമേറ്റ് പവർ. ഇപ്പം പ്രിൻസിപ്പൽ, മാനേജർ, പോലീസ് ഓഫീസർ, ആ ഒരു പദവിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങൾ വെച്ചിട്ടുള്ള സാധനം. ഇനി പേഴ്സണൽ പവർ എന്ന് പറഞ്ഞാൽ പദവിയല്ല, വ്യക്തിയുടെ കഴിവിനാണ് ശക്തി എന്ന് നമ്മൾ പേഴ്സണൽ പവർ എന്ന് പറയുമ്പോൾ പറയും. അപ്പോൾ ഒന്നാമത് എക്സ്പേർട്ട് പവർ, അറിവും അനുഭവവും കാരണം ലഭിക്കുന്ന പവർ. ഇപ്പം IT എക്സ്പേർട്ട്, ഡോക്ടർ പൊസിഷൻ. ഇനിയിപ്പോൾ റെഫറൻറ്റ് പവർ, ആളുകളെ ഇഷ്ടപ്പെടുന്നതിനാൽ ലഭിക്കുന്ന ശക്തി. ഇപ്പം സിനിമാ താരം, പ്രശസ്ത അധ്യാപകൻ, എന്നൊക്കെ കരിസ്റ്റമാറ്റിക് ലീഡർ. അപ്പം അതാണ്. പിന്നെ ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ പവർ ഉണ്ടാകുന്നത് മറ്റുള്ളവരെ നിങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് ശരിക്കും പവർ ഉണ്ടാവുക. അപ്പോൾ അത് പ്രധാനമായിട്ട് 3 കാരണം. ഇമ്പോർട്ടൻസ്, നമ്മുടെ കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ സാക്രിഫിസിറ്റി, അത് അപൂർവമായിരിക്കണം. അങ്ങനെ നമ്മളതിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് സാധനങ്ങളിലുള്ള ഒരു അവൈലബിലിറ്റി കുറഞ്ഞ സാധനമാണ്. പിന്നെ നോ സബ്സ്റ്റിറ്റബിലിറ്റി, ഇപ്പം നിങ്ങൾക്ക് പകരം മറ്റൊരാളെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. നേരെ പറഞ്ഞ പോലെ അവൈലബിലിറ്റി കുറഞ്ഞ സാധനം. ഇത് 3ആണ്. ഇപ്പം ഒരു സ്ഥാപനത്തിൽ ഒരു സോഫ്റ്റ്വെയർ മാത്രം ഒരാൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ അയാളേക്കാരം എല്ലാവരും ആശ്രയിക്കും. അയാളുടെ ഇതിൽ ഭയങ്കര പവർ ഉണ്ടാവും. പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, SNA. ഒരു സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് ആളുകളെ ബന്ധിപ്പിക്കുന്നത് എന്ന് പഠിക്കുന്നതിനാണ് SNA എന്ന് പറയാം. അപ്പം സ്വാഭാവികമായിട്ട് നോട്ട്സ് ബ്രോക്കർ, അപ്പം ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകളെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ HR മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ വിവരങ്ങൾ കൈമാറുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട്. പിന്നെ 9 പവർ ടാക്ടിക്സ് പറഞ്ഞാൽ പവർ ഉപയോഗിക്കുന്ന രീതികൾ 9 രീതികളാണ്. ഒന്നാമത് റാഷണൽ പ്രോസസ്, തെളിവുകൾ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ഒന്ന് ഇൻസ്പിറേഷനിൽ, പിന്നെ കൺസൾട്ടേഷന്, ഇൻഗ്രാറ്റേഷൻ, പുകഴ്ത്തി അനുകൂലമാക്കുക. പിന്നെ സൗഹൃദം, പേഴ്സണൽ അപ്പീൽസ്, സൗഹൃദം ഉപയോഗിച്ച് സഹായം ചോദിക്കുക. പിന്നെ ഇനി ഹാർഡ് ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച്, സഹായത്തിന് പകരം സഹായം. പിന്നെ കോയലേഷൻ, മറ്റുള്ളവർക്ക് പിന്തുണ നേടൽ. ലെഗിറ്റിമസി, അധികാരം ഉപയോഗിച്ച് നിർബന്ധിക്കൽ. പിന്നെ പ്രഷർ, ഭീഷണിപ്പെടുത്തൽ. ഇതാണ് ഏറ്റവും മോശം മാർഗം എന്നുള്ളത് ഈ 9ാമത്തെ പ്രഷറാണ്. പിന്നെ ഡയറക്ഷൻ ഓഫ് ഇൻഫ്ലുവൻസ്, ഇപ്പം ബോസിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള അപ്വാർഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ബോസിനെ സ്വാധീനിച്ച് നല്ല മാർഗ്ഗമാണ്. ഡൗൺവാർഡ് ഉണ്ടാവും, സബോർഡിനേറ്റിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള മോട്ടിവേഷൻ കൺസൾട്ടേഷൻ ആ രീതിയിൽ ചെയ്തിട്ട്. പിന്നെ ലാറ്ററൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, കൊളീഗിനെ സ്വാധീനിക്കുക, ഒപ്പമുള്ള ആൾക്കാരെ. പിന്നെ അബ്യൂസ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ പവറിന് ദുരുപയോഗം ചെയ്യാൻ പറ്റും. ഒന്ന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്ന അഹങ്കാരം, സ്വാർത്ഥത, മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തൽ, തൻ്റെ ആയുധത്തിന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, അതൊക്കെ. പിന്നെ പോസിറ്റീവ് ഉണ്ടാവും, നല്ല നേതാവാണെങ്കിൽ ആളുകളെ സഹായിക്കും, സ്ഥാപനത്തെ വളർത്തും, ആ രീതിയിലൊക്കെ. പിന്നെ സെക്സ്വൽ ഹാരസ്മെൻറ്റ്, മാനേജർ ഇത്തരം സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് സ്വാഭാവികം. പിന്നെ ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം നേട്ടത്തിനായി സ്ഥാപനത്തിലുള്ള ആളുകളെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടാവും, മറ്റുള്ളവരിൽ ചുമത്തുക, ചതുക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക. പിന്നെ പോസിറ്റീവ് ആകുമ്പോൾ ടീം വർക്ക്, നല്ല ബന്ധങ്ങൾ, ഇന്നോവേഷൻ, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കോസസ് ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ, വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പവർ നേടാനുള്ള ആഗ്രഹം, പ്രൊമോഷൻ, ജോലി ഇഷ്ടമാകുന്ന ഭയം, സെൽഫ് കോൺഫിഡൻസ്. പിന്നെ സ്ഥാപനപരമായ കാരണം പ്രൊമോഷൻ കുറവ്, റിസോഴ്സ് കുറവ്, ട്രസ്റ്റില്ലായ്മ, റോൾ, അങ്ങനത്തെ സാധനം. പിന്നെ കോൺസിക്വൻസ് ഓഫ് പൊളിറ്റിക്സ് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുക, സ്ട്രെസ്സ് കൂടുക, ജീവനക്കാർ കുറയുക, രാജിവെക്കുക, പെർഫോമൻസ് കുറയുക. ഇപ്പോൾ ഡിഫൻസ് ജീവനക്കാർ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കും, ഇങ്ങനെ ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് മാറ്റുക, അങ്ങനെ തെറ്റ് മറക്കുക, റിസ്ക് എടുക്കാതിരിക്കുക, അങ്ങനത്തെ സാധനം. ഇനി ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്നാണ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഇമേജ് സൃഷ്ടിക്കുക. അപ്പോൾ അതിൻ്റെ പ്രധാന രീതിയാണ് സെൽഫ് പ്രൊമോഷൻ,
ഫ്ലാറ്റ് തെറ്റി മറ്റുള്ളവർ വീഴ്ത്തുക, ഫേവർ സഹായം ചെയ്ത് നല്ല അഭിപ്രായം നൽകുക, അപ്പോൾ ഇത് തെറ്റ് സമ്മതിക്കുക, എക്സ്ക്യൂസ് പരാജയത്തിന് കാരണങ്ങൾ പറയാം. ഇനി എത്തിക്സ് ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയറിന് മുമ്പ് 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ? ഇത് നീതിപൂർവ്വമാണോ? ഇതാണ് എത്തിക്സ് ഇല്ലാത്ത പൊളിറ്റിക്സ്. ഇല്ലാത്ത പൊളിറ്റിക്സിനാണ് സ്വാഭാവികമായിട്ട് ആ സ്ഥാപനത്തെ തകർക്കാൻ നമുക്ക് കഴിയും. പിന്നെ മാനേജറിന് ഇംപ്ലിക്കൻസ് എന്ന് മാനേജറിനെ എക്സ്പേർട്ട് പവർ വളർത്തണം, റഫറൻറ്റ് പവർ വികസിപ്പിക്കണം, ജീവനക്കാരെ ശക്തിപ്പെടുത്തണം, എത്തിക്സ് പാലിക്കണം, രാഷ്ട്രീയം മനസ്സിലാക്കി പ്രവർത്തിക്കണം. പ്രധാനമായിട്ടും